ഉലകിൽ പലവിധം തട്ടിപ്പുകളാണ്. അതിലൊരു തട്ടിപ്പിന്റെ വാർത്തയിലേക്കാണ്. എറണാകുളം ചേന്നമംഗലത്ത് ഗൂഗിൾ പേ വഴി പണം അയച്ചെന്ന് വിശ്വസിപ്പിച്ച് മൊബൈൽ ഷോപ്പിൽ നിന്ന് ഫോണുകൾ തട്ടിയെടുത്തു. ചേന്നമംഗലം കവലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് തട്ടിപ്പ് നടന്നത്. 22,000 രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചു. ആൻമരിയ, ഇത്തരത്തിൽ പണം അയച്ചു എന്നുള്ള സന്ദേശം കാണിക്കുമ്പോൾ ഇതേ സന്ദേശം ഈ പറയുന്ന മൊബൈൽ കടക്കാരന്റെ ഫോണിലും എത്തേണ്ടതല്ലേ? എങ്ങനെയാണ് ഈ കൺവിൻസ് ചെയ്യുന്നത്? സുഖേല, ഫെബ്രുവരി 10-നാണ് ഏകദേശം ഒരു 25 വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു യുവാവ് ഈ കടയിലേക്ക്, ചേന്ദമംഗലത്തെ കടയിലേക്ക് എത്തുന്നത്. സെക്കൻഡ് ഹാൻഡ് ഫോണുകളാണ് ഇയാൾ പരിശോധിക്കുന്നത്. തുടർന്ന് 2 ഫോണുകൾ വാങ്ങുന്നതിന് ധാരണയാക്കുകയും ആ 2 ഫോണുകൾ കൂടി 22,000 രൂപ നൽകാം, അത് ഗൂഗിൾ പേ വഴി നൽകാമെന്ന് പറയുകയും ചെയ്യുന്നു. തുടർന്ന് ഈ പണം കൈമാറുന്നതിന് യുവാവ് കടയിലെ QR കോഡ് സ്കാൻ ചെയ്യുകയും തന്റെ ഫോണിൽ പണം ഡെബിറ്റ് ആയെന്ന രീതിയിലുള്ള സന്ദേശം ജീവനക്കാരനെ കാണിക്കുകയും ചെയ്തു. ആ സമയത്ത് പെട്ടെന്ന് ജീവനക്കാരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പരിശോധിക്കുന്നില്ല. പകരം ഇയാൾ കാണിക്കുന്ന സന്ദേശമാണ് പരിശോധിച്ചത് എന്നാണ് ഈ മൊബൈൽ കടയിലെ ജീവനക്കാരൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇയാൾ ഈ യുവാവ് കടയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഫോൺ പരിശോധിച്ചപ്പോഴാണ് 1 രൂപ പോലും ക്രെഡിറ്റ് ആയിട്ടില്ലെന്നുള്ള കാര്യം ജീവനക്കാരൻ മനസ്സിലാക്കുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലും ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും എന്തായാലും പോലീസിന്റെ പരിശോധന നടന്നു വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.